ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതും ഒരു ജോലിയുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മോന് ഗോതമ്പ് ദോശ കുറേ നാൾ ഞങ്ങൾ മറന്നു വെച്ചൊരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ അവൻ കഴിഞ്ഞ ദിവസം എന്നോട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി. ഞങ്ങൾ പൊതുവേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശ ഉണ്ടാക്കലില്ല. അപ്പോൾ അവനങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴത്തേനും ഞാൻ ഓർത്തു, അവൻ കഴിച്ചുകൊണ്ടിരുന്നതാണല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ വീണ്ടും ഒരു മുട്ടയൊക്കെ ചേർത്ത് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയല്ല, അപ്പവും വെള്ളക്കടലയില്ലേ അത് വെച്ചിട്ടുള്ള കറിയാണ്. പക്ഷേ കുട്ടികളിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനൊരു ആഗ്രഹമൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ അത് ഞാൻ ആക്കി കൊടുത്തു. കറി അവിടെ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ അപ്പവും ചുട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണല്ലോ അല്ലേ. 2 മാസത്തെ വെക്കേഷൻ തീരുമ്പോൾ നല്ലൊരു സങ്കടമാണ്. കാരണം രാവിലെയൊക്കെ നമുക്ക് പൊതുവേ നല്ല റിലാക്സ്ഡ് അല്ലേ. ഇനി അങ്ങോട്ട് നമ്മൾ രാവിലെ നല്ലൊരു തിരക്ക് തന്നെ ആയിരിക്കും. ഇതിപ്പോൾ ജോലി ഉള്ള അമ്മമാരും കൂടി ആവുമ്പം പിന്നെ പറയുകയും വേണ്ടല്ലോ. അപ്പോൾ എന്തായാലും പക്ഷേ നമുക്കത് ഫേസ് ചെയ്യാതെ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ജൂൺ 1 തന്നെയാണോ ക്ലാസ് തുറക്കുന്നത്? ഇവിടെ മോന് ജൂൺ 1 തന്നെയാണ്. പക്ഷെ മോൾക്ക് അവർ ജൂൺ 5 11th ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസൊക്കെ പതിയെ ബുക്കൊക്കെ പൊതിയാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, കുറച്ച് വെക്കേഷൻ ആക്ടിവിറ്റീസൊക്കെ മോന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ പയ്യെ അവനെ ഒന്ന് കൺവിൻസ് ചെയ്ത്, ആൾ പറഞ്ഞാൽ അതൊക്കെ ചെയ്യാനൊക്കെ നല്ല മടിയാണ്. അപ്പോൾ പറഞ്ഞ് അതൊക്കെ ഒന്ന് ചെയ്യാൻ പറയണം. കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുകൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ 2 ദിവസം ലീവൊക്കെ എടുത്തു കേട്ടോ. എനിക്ക് കുറച്ച് സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ലീവൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ജോലിക്ക് കയറണം. ഇതിപ്പോൾ ജോലിയുള്ളൊരു ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേനും ലോഗിൻ ചെയ്യും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ വർക്ക് ചെയ്തിട്ട് ബ്രേക്ക് എടുക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താ പറയുക, വലിയ കുഴപ്പമില്ല. ജോലിയിൽ തിരക്കുകൾ വരുമ്പോഴത്തേനും നമുക്ക് ശരിക്കും വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരലുണ്ട്. അതെല്ലാം കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പം മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് റെഡിയായി പുറത്ത് പോയി ഇത്ര സമയം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് എനിക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത് കൊണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ റോബോനെ ഒന്ന് ഓൺ ചെയ്ത് വിട്ടതാണ്. കാര്യം നല്ല പൊടിയാണിപ്പോൾ, പ്രത്യേകിച്ച് ഈ ചൂടും പിന്നെ നമ്മുടെ തൊട്ട് അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ പണി നടക്കുന്നതുകൊണ്ട് നല്ല പൊടിയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഓടിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ ആ പൊടിക്കൊരു കുറവ് കിട്ടും. പിന്നെ ഇതായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഓൺ ചെയ്ത് വിട്ടുകൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പണി അവിടെ ചെയ്യട്ടെ. പിന്നെ തിരക്ക് കൂടുമ്പോൾ ഞാൻ ഇടയ്ക്ക് വിട്ടുപോകുന്നൊരു കാര്യമാണ് നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ. പിന്നെ നമ്മൾ ആ നേരത്തെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ നല്ല വെയിലായാൽ പിന്നെ ആ ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ തന്നെ ഒരു മടിയാണ്. പക്ഷേ ഞാൻ എന്തായാലും ഇടയ്ക്കെങ്ങാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ദിവസം എന്തായാലും ഒഴിച്ചിട്ടില്ലേ പണി കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം ഒത്തിരി കെയർ വേണ്ട ടൈപ്പ് ചെടിയില്ല. ഒരു റോസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ നമ്മളൊന്ന് എന്താ പറയുക, മടി പിടിച്ചാലും അവിടെ ഓക്കെ ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ചെടികളാണ് കൂടുതലും. മണി പ്ലാന്റ് അങ്ങനത്തെയൊക്കെ എനിക്ക് പേരുകളൊന്നും കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എല്ലാവരും സമാധാനപരമായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് പോണു. പിന്നെ ചെടി വെക്കുമ്പോൾ ബാൽക്കണി കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ ചെടി കാണുമ്പോൾ ഒരു നല്ലത് തന്നെയാണല്ലോ. അപ്പോൾ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് കറിയാക്കണം. കുറേ നാളായി ബീഫൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ബീഫ് ഉച്ചക്കേലേക്കല്ല, എന്നാലും ഞാൻ കറിയാക്കി വെക്കാം. പിന്നെ ഉച്ചക്കേലേക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊരു പണിയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ബീഫ് ഞാൻ ജസ്റ്റ് കഴുകിയെടുക്കാൻ വേണ്ടി വെള്ളമൊഴിച്ചിടുകയാണ്. പിന്നെ ആസ് യൂഷ്വൽ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ തന്നെ ഒന്ന് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തന്നെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്തായാലും അത് ആ ഒരു ട്രേ ഒഴിഞ്ഞാൽ മാത്രമാണല്ലോ നമുക്ക് ബാക്കി പാത്രങ്ങൾ കഴുകി എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം വെച്ചതിന് ശേഷം അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കുക. എനിക്ക് നല്ലൊരു മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ നോക്കും.
അടുത്തൊരു പണി ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സവാളയൊക്കെ വെക്കുന്ന ഒരു ബാസ്ക്കറ്റല്ലേ, അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊരു വലിയ പണിയല്ലെങ്കിൽ കൂടിയും ഞാൻ എപ്പോഴും ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യമാണ്. അതങ്ങനെ വലിയ മൈൻഡാക്കാതെ അത് അലമ്പാക്കി തന്നെ ഇടലാണ് പണി. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ മര്യാദയ്ക്ക് പോയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് അതിന് ഓരോരോ ബോക്സൊക്കെ വെച്ച് ക്ലീനാക്കി വെച്ചു. അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ മടി പിടിച്ചിരുന്ന സംഭവം മാറ്റി അതൊക്കെ ക്ലിയർ ചെയ്തല്ലോ. അടുത്ത എൻ്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കെറ്റിലുണ്ടല്ലോ, ഇതിനകത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു സ്റ്റെയിൻ വരും, ഒരു ബ്രൗൺ കളർ സ്റ്റെയിൻ വരും. അപ്പം സാധാരണ ഞാൻ ചെയ്യാറ് നമ്മളുടെ വിനീഗറൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ച് എടുക്കലാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ വേറൊരു മെത്തേഡ് യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടതാണ് കേട്ടോ. അതായത് നമ്മൾ ലെമണൊക്കെ ഇല്ലേ, ലെമണിൻ്റെ ബാക്കിയൊക്കെ വരുന്നത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് അതും കൂടിയിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് നമ്മൾ സാധാരണ കെറ്റിൽ തിളപ്പിക്കുന്ന പോലെ തിളപ്പിച്ച് കുറച്ച് നേരം നമ്മളത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഒരു മാജിക് പോലെ ആ ബ്രൗൺ സ്റ്റെയിൻ മാറും കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ടപ്പോഴത്തേനും അത്ര വിശ്വസിച്ചൊന്നുമില്ല. പക്ഷെ ശരിക്കും നമ്മൾ എന്താ പറയുക, അത് ശരിക്കും മാറി. ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു ഹാപ്പിയായി. കാരണം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വിനീഗർ എടുത്തിട്ട് തിളപ്പിച്ച് പിന്നെ നോക്കുമ്പോൾ അത് മാറിയിട്ടുണ്ടല്ലോ. അപ്പം ഞാനൊരു പേപ്പറൊക്കെ എടുത്തിട്ട് പിന്നെ നന്നായിട്ടൊക്കെ പ്രസ് ചെയ്തൊക്കെ നോക്കും. പക്ഷെ എന്നാലും നന്നായിട്ടൊന്നും പോലുണ്ടായിരുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം തിളപ്പിച്ച് പിന്നെ അതവിടെ ഇട്ടിട്ട് എടുത്ത് മാറ്റി കഴിയുമ്പം സംഭവം പോയിട്ടുണ്ടാവും. അപ്പോൾ മിക്കവാറും ആ ലെമണിൻ്റെ സംഭവം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എന്തായാലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് എന്തായാലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്തത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം പയ്യെ സാധനങ്ങളൊക്കെ നന്നാക്കി എന്താ പറയുക, പെട്ടെന്ന് കറിയൊക്കെ ആക്കി എടുക്കണം. അപ്പം നമ്മുടെ ഇറച്ചിക്കറി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊരു പണിയാണെങ്കിലും പിന്നെ നമുക്ക് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിനൊക്കെ കറി അഡ്ജസ്റ്റ് ആവുമല്ലോ. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും നമുക്ക് വരട്ടിയും ഫ്രൈ ആക്കിയും ഒക്കെ എടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് നേരം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പണി തീർക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് ദിവസം കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ പണിയാണ് കേട്ടോ. കുറച്ച് ഉള്ളി, നന്നാക്കിയ ഉള്ളിയായിട്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ ജോലിയൊക്കെ തുടങ്ങിയപ്പം ഉണ്ടായ ഒരു ശീലമാണ്. അപ്പോൾ ഇടയ്ക്ക് കാണുമ്പം അതൊരു ടെംപ്റ്റേഷനാണ്. ഉള്ളിയൊക്കെ പൊളിച്ച് എടുക്കാനുള്ള സമയം ഇല്ലാണ്ടാവുമ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ സാധാരണ തന്നെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് താഴെ ഒരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഒരുപാട് ദിവസത്തേക്കൊന്നും വെക്കലില്ല. ഇതുപോലെ നമുക്ക് ബീഫൊക്കെ ഉണ്ടാക്കാനുള്ള ദിവസം നമ്മൾ ഉള്ളിയൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കി അങ്ങനെ ആവശ്യമുള്ള സമയത്ത് വാങ്ങും. അല്ലാതെ ഒത്തിരി ദിവസം എടുത്തു വെക്കലില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനാവശ്യമുള്ള ഉള്ളി എടുത്തതിന് ശേഷം ബാക്കി ജസ്റ്റ് എടുത്ത് വെച്ചതാണ്. അത് അടുത്ത ദിവസം അന്നും പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാമല്ലോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ബാക്കി വെളുത്തുള്ളി നന്നാക്കുക, ഇഞ്ചി നന്നാക്കുക അങ്ങനത്തെ പണികളൊന്നുമില്ല. പിന്നെ ഞാൻ പച്ചമുളകും വേപ്പിലയും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു. കഴിഞ്ഞ ദിവസം മല്ലിയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും എടുത്ത് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വേര് ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ടിഷ്യൂ വെച്ച് ബോക്സിലാക്കി വെക്കുകയാണ്. ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറ്. അതല്ലാതെ ഇത് കഴുകിയിട്ട് പിന്നെ ഉണക്കി അങ്ങനെ എങ്ങനെ സ്റ്റോർ ചെയ്താലും അത് അധികം ദിവസം ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഇതൊരു ബോക്സിനകത്താക്കി വെച്ച് ഇടയിൽ ടിഷ്യൂവും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് നമ്മൾ കഴുകിയെടുക്കുക. അതാണ് കേട്ടോ വർക്കാവുക. അതാണ് എനിക്ക് വർക്കായിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചീത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മാറ്റിയിട്ട് പിന്നെ ആ ടിഷ്യൂവും കൂടി മാറ്റി നമുക്ക് തിരിച്ചു വയ്ക്കാം. അപ്പം ടിഷ്യൂ ഓൾറെഡി നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് വെച്ചാൽ പിന്നെയും ആ വെള്ളം അടുത്ത ടിഷ്യൂ അബ്സോർബ് ആവുമല്ലോ. നല്ല ചൂടാണ്. അപ്പം ഇടയിൽ സ്നാക്കായിട്ട് ഞാൻ കുറച്ച് വാട്ടർമെലൺ കഴിക്കുകയാണ്. അതുപോലെ പോമഗ്രാനേറ്റ് ജ്യൂസായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മോളും അതിൽ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പം ചൂട് സമയത്ത് കൂടുതലും ഇപ്പോൾ കഴിക്കുന്നത് വാട്ടർമെലൺ കട്ട് ചെയ്ത് വെക്കും. പിന്നെ അതുപോലെ എന്തായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പൈനാപ്പിളാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ എപ്പോൾ എനിക്കൊരു വയറിന് ബുദ്ധിമുട്ട് വരുമ്പോഴും ഒക്കെ എനിക്ക് പൈനാപ്പിൾ കഴിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. പൈനാപ്പിൾ ചെറിയ ഒരു ഉപ്പിട്ടിട്ട് കഴിക്കാനാണ് ഇഷ്ടം.
അങ്ങനെ പിന്നെ ഇപ്പോൾ അതുപോലെ മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോ ഇഷ്ടമാണ് കേട്ടോ. മാങ്ങ മാക്സിമം കഴിക്കാൻ നോക്കും, കാരണം ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കിട്ടില്ലല്ലോ. അപ്പം അതൊക്കെയാണ് ആ കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഉള്ളിയുടെ കൂടെ ഞാൻ കുറച്ച് സവാളയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു സവാള ബാക്കി ഉള്ളി, അങ്ങനെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് എപ്പോഴും ബീഫ് കറി വെക്കാറ്. ബീഫിൽ കുറച്ച് നെയ്യൊക്കെ അധികം ഉണ്ടെങ്കിലാണ്, അധികമല്ല കുറച്ച് നെയ്യൊക്കെ ഉണ്ടെങ്കിലാണ് ശരിക്കും ബീഫിനൊരു ടേസ്റ്റ് വരാറ്. പിന്നെ അതുപോലെ നല്ല ആ ഒരു ബീഫിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും കറി, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്തും ഫ്രൈ ആക്കിയൊക്കെ എടുക്കുമ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ കറി ആവുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ബീഫിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കറിക്ക് ടേസ്റ്റ് വരും. പിന്നെ അതുപോലെ ഉള്ളി ചേർക്കുകയാണെങ്കിൽ എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ താൻ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ കറിയുടെ പണികൾ സ്റ്റാർട്ടാക്കണം. കുക്കർ നല്ലപോലെ ചൂടായപ്പോൾ എണ്ണ ചേർത്തു. പിന്നെ എണ്ണയും നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളി, പിന്നെ അതുപോലെ സവാള, ഇത് രണ്ടും കൂടി അങ്ങോട്ട് ചേർക്കുക. സവാള നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കും. പിന്നെ അതും ഒന്ന് നന്നായിട്ട് മൊരിയണം. അപ്പോൾ ഇതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഇച്ചിരി കുറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ആ ടേസ്റ്റിൽ ആ ഒരു വ്യത്യാസം വരും. എണ്ണയിൽ ശരിക്ക് ഇത് മൊരിഞ്ഞ് കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരും. കഴിഞ്ഞ് അതിലോട്ട് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കുക. ഇപ്പോൾ കിട്ടുന്ന പച്ചമുളകിന് പൊതുവേ എരിവ് കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര പച്ചമുളക് ഇട്ടാലും എരിവ് കിട്ടില്ല. പിന്നെ ഞാൻ ഈ ഉണ്ട മുളകില്ലേ, ആ ഒരു മുളക് വാങ്ങിക്കുമ്പോഴാണ് കേട്ടോ കുറച്ചെങ്കിലും ഒരു എരിവ് കിട്ടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴത്തെ പച്ചമുളകിന് എരിവ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് കുറേ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പം അങ്ങനെ തന്നെയാണ്. എരിവ് തീരെ കിട്ടുന്നില്ല. പിന്നെ ഇറച്ചിക്കറി ഏത് വെച്ചാലും എനിക്ക് ചേർക്കാൻ ഇഷ്ടമുള്ള 2 ഇൻഗ്രീഡിയൻ്റാണ് പെരുംജീരകവും അതുപോലെ മുഴുവൻ കുരുമുളകും. അപ്പോൾ ഇത് രണ്ടും മിക്കവാറും ഞാൻ ചേർക്കലുണ്ട്. ഇത് ഒരു പ്രത്യേക ഫ്ലേവർ തരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അത് ചേർക്കുകയാണ്. പിന്നെ അടുത്ത പരിപാടി നമ്മുടെ മസാലക്കൂട്ടൊക്കെ ചേർക്കുകയാണ്. അതായത് മല്ലി, മഞ്ഞൾ, മുളക്, പിന്നെ കറി മസാലപ്പൊടി, ഇതൊക്കെ ചേർക്കുക. അതും നല്ല പോലെ മൊരിയിച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എണ്ണ പോരായ്ക ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഞാൻ കുറച്ച് മല്ലിയില ചേർത്തു. ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ മെയിൻ സ്റ്റാറായ നമ്മുടെ ബീഫിനെ ചേർക്കുക. ബീഫ് നല്ല പോലെ ഇളക്കി ഈ മസാല എല്ലാം അതിലിട്ട് യോജിപ്പിക്കുക. നല്ല പോലെ യോജിച്ച് കഴിഞ്ഞാൽ ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കാറ്. ചൂടുവെള്ളവും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കുക്കർ അടച്ച് വേവിച്ചെടുക്കുക. മിക്കവാറും ഞാൻ ചെയ്യുന്നത് ഒരു 2-3 വിസിൽ കൊടുത്ത് ചെറുതാക്കി ഇട്ടതിന് ശേഷം പിന്നെയും ഒരു വിസിൽ പോയി കഴിഞ്ഞ് ഓഫാക്കി ഇടുകയാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റ് കുക്കാവുന്ന രീതിയിൽ. പിന്നെ വേവ് നോക്കിയിട്ട് ഒന്നും കൂടി വിസിൽ കൊടുക്കും, കാരണം പല വേവൊക്കെ ആണല്ലോ. പിന്നെ കുറച്ച് മുട്ടയൊക്കെ വന്നത് ഞാൻ അതിൻ്റെ ബോക്സിലൊക്കെ ആക്കി വെച്ചു. അപ്പോഴത്തേനും കെറ്റിലിൽ നമ്മൾ ലെമണൊക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ നമ്മളുടെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നമ്മുടെ റോബോനെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ, അപ്പോൾ ആ ഒരു ടാസ്കും കൂടി അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞാലാണല്ലോ നമുക്ക് വീണ്ടും ഇതിനെ ക്ലീനിങ്ങിന് വിടാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ബോക്സിനകത്ത് എന്തായാലും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഡസ്റ്റൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് വീണ്ടും ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത റൂം വീണ്ടും അപ്പോൾ അത് ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം വീണ്ടും അടുത്ത റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ വിട്ടേക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോഴത്തേനും ലഞ്ച് ടൈമായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വേളൂരി പുരട്ടി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ആക്കാൻ വേണ്ടി എടുക്കുകയാണ്. കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രിഡ്ജിനകത്തുണ്ട്. എല്ലാം കൂടി എടുത്തിട്ട് ഊണ് സെറ്റപ്പ് ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അത് മിക്കവാറും വൈകിട്ടത്തേനൊക്കെ എടുക്കും. അപ്പോൾ ലഞ്ചിൻ്റെ കറികൾ തക്കാളി ചമ്മന്തി, പിന്നെ ബീൻസ് മെഴുക്കുവരട്ടി, പിന്നെ കുറച്ച് കക്ക വാങ്ങിച്ചതിൻ്റെ റോസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മളുടെ കുറച്ച് കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിട്ട് ഊണ് റെഡിയായി. അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോയല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.